ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആശങ്കയുള്ള ഒരു കാര്യമാണ് തുടക്കത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുമോ, നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തിരിയാതെ വരുന്ന സാഹചര്യത്തിൽ വണ്ടി പോയി തട്ടുമോ ഇടിക്കുമോ എന്നുള്ള പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ എവിടെ എങ്ങനെ അത് കൃത്യതയോടെ എത്ര തിരിക്കണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അതിന് ഞാൻ ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചത്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഇതൊരു ട്രിക്ക് തന്നെയാണ്. ഇത് നിങ്ങൾ കൃത്യതയോടൊന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് എഴുതിയിട്ടേക്ക്. ഒപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി ഓടിക്കേണ്ടത്. എന്നാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു തിരിവ് വരുന്നു. പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ വരുമ്പോഴാണ് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ നേരത്തെ ബാലൻസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് അവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ള തെറ്റുകൾ വരാറുള്ളത്. ഇനി അവിടെ ആ തെറ്റുകൾ വരുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ എല്ലാ ഡ്രൈവർമാരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. ഇവിടെ ചില ആൾക്കാർ താഴെ ഇറക്കി കൈ പിടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, മേളിൽ തന്നെ കൈ പിടിക്കുക. ഇത് ഇവിടെ കൈ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് റോഡിലേക്ക് തിരിഞ്ഞു കയറണം. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ വലത്തെ കൈ ഉപയോഗിച്ചിട്ട് സ്റ്റിയറിംഗ് താഴോട്ടൊന്ന് വലിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ മേളിലേക്ക് നമ്മൾ തള്ളി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഞാനിത് ഇങ്ങനെ വണ്ടി എടുത്തു, ഇങ്ങനെ റോഡിലേക്ക് എടുത്തു. അതിനുശേഷം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകും. ഇനി ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി വരുവാണ്. ഇവിടെ ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും. നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്തൊന്നും വലിയ പ്രോബ്ലം കാണത്തില്ല. ഒരു തിരിവ് വരുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ ജംഗ്ഷന് വരുമ്പോൾ എൻ്റെ വണ്ടി റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ തിരിയേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരാനായിട്ട് ശ്രമിക്കുക. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് തിരിക്കുക. ഇങ്ങനെ എടുത്തെടുത്ത് പതിയെ തിരിച്ചു കൊടുക്കുക. പതിയെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, തിരിഞ്ഞ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. എന്നിട്ട് ഇങ്ങനെ നേരെയാക്കി കൊടുക്കാം. അതായത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ പ്രോപ്പറായിട്ട് വന്ന് റൈറ്റ് തിരിയാനായിട്ട് ശ്രമിക്കണം. പല ആൾക്കാരും എന്ത് ചെയ്യും, റൈറ്റ് തിരിയാനായിട്ടുള്ള തീരുമാനം എടുത്താൽ ഉടൻ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാൻ സാധ്യതയില്ല. ഒപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നു. ഇനിയിപ്പോൾ അവിടുത്തെ തിരിവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ചൊരു ചലനം നൽകിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക. എന്നിട്ട് കൈ ഇതുകൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ പിടിക്കുന്നു. ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുക, ഇടത്തെ കൈ കൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പരമാവധി ലിവറിലേക്ക് കുനിഞ്ഞൊന്നും നോക്കാതിരിക്കുക. ജസ്റ്റ് നമ്മൾ നോട്ടം ഇങ്ങോട്ട് തന്നെ ആയിരിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഗിയർ ഇടുക. ഇനി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാലും എനിക്ക് ഈ റോഡിൻ്റെ അവസ്ഥ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈ ഇങ്ങോട്ട് വണ്ടി പോകുന്നത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. നമ്മൾ അറിയാതെ ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് പ്രോപ്പറായിട്ട് ഇവിടെ ഈ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ബാലൻസ് നമുക്ക് സ്റ്റിയറിങ്ങിൽ ആവശ്യമാണ്. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ പോകുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തിരിയണം. ഇവിടെ തിരിയുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട്, ചെറിയ വളവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരിക്കാനുള്ള കേസുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് തന്നെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തെടുത്ത് തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ചെറിയ വളവാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കി, ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിയണം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്ത് ഇവിടെ തിരിഞ്ഞു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നേരെയാക്കി. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയ വളവും തിരിവൊന്നും ഇങ്ങനെ കൈ എടുത്തെടുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഈ സൈഡിലേക്ക് ചെറിയൊരു വളവുണ്ട്.
ഇങ്ങനെ തിരിക്കുന്നു, കണ്ടോ? ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് ഇവിടെ നേരെ ആയി കഴിഞ്ഞാൽ വീണ്ടും നേരെയാക്കുക. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിയണം. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വരിക. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ഞാനിത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. നമ്മൾ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ തിരിയുമ്പോൾ ഇനി വണ്ടി ഒന്ന് നിർത്തി നിങ്ങൾക്ക് തുടക്കത്തിലെടുക്കാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കണം. കാരണം ഇവിടെ നമുക്ക് നല്ലൊരു തിരിവുണ്ട്. അതിനെന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ സാവധാനത്തിൽ തിരിക്കും. കണ്ടോ? ചെറുതായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ തിരിഞ്ഞ് കിട്ടി. എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ് നമ്മൾ പതുക്കെ നേരെയാക്കി കൊടുക്കുന്നു. ഇനി റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വലിയ തിരിവും വളവും ഒന്നും വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ കണ്ടോ? ഇങ്ങോട്ട് വരുന്നു, വീണ്ടും നേരെയാക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിതിവിടെ ആക്സിലറേഷൻ കൊടുത്ത് പോകണം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇവിടെ ഒന്ന് കൈ നമ്മൾ പിടിച്ച് ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ തിരിവുകളൊക്കെ ഉള്ളൂ. നല്ല തിരിവുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം എടുത്ത് തിരിച്ചാൽ മതി. ഇത് തേർഡ് ഗിയറിൽ പോവാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഇവിടുന്ന് കുറച്ച് റൈറ്റ് പിടിക്കുന്നു, കണ്ടോ? എന്നിട്ട് ഇത് ആ പിള്ളേരെയൊക്കെ കവർ ചെയ്തു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, കണ്ടോ? എന്നിട്ട് വീണ്ടും നേരെയാക്കാണ്. എന്നിട്ട് ഇവിടെ വരുന്നു, കുറച്ച് റൈറ്റ് പോകണം. റൈറ്റ് സൈഡിലേക്ക് വരുന്നു, വീണ്ടും നേരെയാക്കുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ലെഫ്റ്റ് പോകണം. കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു, ഇത് കണ്ടോ? എന്നിട്ട് വീണ്ടും നേരെയാക്കുന്നു. ഇനി കുറച്ച് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് വരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു, കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. വീണ്ടും ഇവിടെ വന്നു, കണ്ടോ? ഇവിടെ ഒന്നും എനിക്ക് എടുത്ത് തിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പക്ഷേങ്കിൽ ഇനി ഇവിടെ ഒരു വണ്ടി വന്നപ്പോൾ ഞാനിതേ വണ്ടി ഈ സൈഡിലേക്ക് ഒതുക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇനി നമുക്ക് ഇവിടെ തിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എനിക്ക് ഇതിനപ്പുറം തിരിക്കണം. കാരണം എന്താണ്? ഇവിടെ ഒരു ചെറിയൊരു പുല്ലുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് നന്നായിട്ട് തിരിഞ്ഞ് തരണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക, കണ്ടോ? ഇങ്ങനെ എടുക്കുക, എന്നിട്ട് വീണ്ടും തിരിച്ച് നേരെയാക്കുക. അപ്പോൾ നല്ല തിരിവുകൾ വരുന്ന സമയത്ത് അല്ലാതുപോലെ നമ്മൾ എടുത്തെടുത്ത് തന്നെ തിരിക്കുക. അല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേങ്കിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുക്കാതിരിക്കുക. ഇത് കണ്ടില്ലേ? ഇത്രയും സിമ്പിളായിട്ട് ചെയ്യും. ഇപ്പം നിങ്ങളെ ഞാൻ അതൊന്നുകൂടെ കാണിക്കാം. നിങ്ങളിങ്ങനെ കൈ പിടിച്ചാൽ മതി. നിങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടാനാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ വിരലുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നു. ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇച്ചിരി ഇങ്ങോട്ട് വരണം. ഇങ്ങനെ വരുന്നു, കണ്ടോ? വീണ്ടും ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു, ഇങ്ങോട്ട് വരുന്നു. ഇനി നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ കട്ടിങ്ങിലേക്ക് ഇറക്കണം. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു, കണ്ടോ? എന്നിട്ട് ഈ കട്ടിങ് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഇനി എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്കൊരു പരിധിക്കപ്പുറം തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എടുത്തെടുത്ത് തിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, എടുത്തെടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കയറുന്നു, വീണ്ടും എടുത്തെടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നാൽ ഉടൻ തന്നെ വീണ്ടും കൈ ഈ രീതിയിൽ വരിക. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചാനലിൽ ഒരു 750-800 വീഡിയോയ്ക്ക് അടുത്ത് നമ്മുടെ ചാനലിൽ വീഡിയോകളുണ്ട്. എല്ലാം ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം പഠിക്കുന്നവർക്ക്, ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന വീഡിയോകളാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.